Hi guys, this is Mitra Rahul. Welcome back to my YouTube channel. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത് ഞാൻ ഒരു പ്രോഡക്റ്റിനെ റിവീൽ ചെയ്യാൻ പോവുകയാണ്. ആക്ച്വലി ഈ പ്രോഡക്റ്റ് നമ്മൾ 1 year ആയിട്ട് യൂസ് ചെയ്തു. ഞാനല്ല, എൻ്റെ മദറാണ് യൂസ് ചെയ്തത്. യൂസ് ചെയ്തിട്ട് അതിനെ ഒരു പോസിറ്റീവായിട്ട് ഒരു ഫീഡ്ബാക്ക് പറയാൻ വേണ്ടിയിട്ടും അതെങ്ങനെയൊക്കെയാണ് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ഈ വ്ളോഗ് ഞാൻ ഇന്ന് എടുക്കുന്നത്. അപ്പോൾ ഏതായിരിക്കും ആ പ്രോഡക്റ്റ് എന്ന് നിങ്ങൾക്ക് അറിയാൻ ആകാംക്ഷയായി കാണുമല്ലേ? മറ്റൊന്നുമല്ല, പ്രോഡക്റ്റ് ഈസ് വേദിക്സ്. അപ്പോൾ ഈ വേദിക്സ് എന്ന് പറഞ്ഞ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സച്ച് എ വണ്ടർഫുൾ ആൻഡ് ബ്യൂട്ടിഫുൾ പ്രോഡക്റ്റ് ആണ്. ഈ ഒരു വേദിക്സിനെ ഡിപ്പെൻഡ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഞങ്ങൾ 1 year ആയി. നല്ലൊരു ബെറ്റർ റിസൾട്ട് കിട്ടിയത് കൊണ്ടാണ് ഞാൻ ഈ ഒരു വ്ളോഗ് എടുക്കാൻ തീരുമാനിച്ചത്. ഓക്കെ, ഈ വേദിക്സിനെ കുറിച്ച് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അമ്മയാണ് ശരിക്കും അത് യൂസ് ചെയ്യുന്നത്. ഞാൻ നേരത്തെ ഓൾറെഡി മെൻഷൻ ചെയ്തു. ഓൾറെഡി അമ്മയുടെ ഹെയർ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹെയർ ലോസ് ആയിരുന്നു, ഡാൻഡ്രഫ്ഡ് ആയിരുന്നു, പിന്നെ തിക്നെസ് കുറവായിരുന്നു, അങ്ങനെ കുറച്ച് പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. അപ്പം മൈ മാരേജ് ടൈമിൽ എൻ്റെ ബ്യൂട്ടീഷ്യൻ ആണ് സജസ്റ്റ് ചെയ്തത് ഈ വേദിക്സ്. പക്ഷെ അത് യൂസ് ചെയ്തു, സത്യം ഭയങ്കര റിസൾട്ടാണ് അമ്മയ്ക്ക് കിട്ടിയത്. ഈ വേദിക്സ് എല്ലാ ഏജുകാർക്കും യൂസ് ചെയ്യാവുന്നതാണ്. ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിത് ഇൻസ്റ്റാഗ്രാമിൽ നിന്നാണ് നമ്മൾ ശരിക്കും ഇത് ഓർഡർ ചെയ്തത്. വേദിക്സിന്റെ പ്രോഡക്റ്റ് ഇത് ഓർഡർ ചെയ്യുന്ന സമയത്ത് നമ്മൾ കസ്റ്റമൈസ്ഡ് ആയിരിക്കും എല്ലാ പ്രോഡക്റ്റും. നമ്മൾ മറ്റൊരു പ്രോഡക്റ്റ് ഒക്കെ കമ്പയർ ചെയ്യുമ്പോൾ നമ്മളത് വാങ്ങുന്നു, യൂസ് ചെയ്യുന്നു. ഇതെന്ന് പറയുന്നത് ശരിക്കും നമ്മുടെ ഹെയറിന്റെ ടൈപ്പ് ഏതാണ്, നമ്മുടെ ഹെയർ കേളി ആണോ, സ്ട്രെയിറ്റ് ആണോ, ഡാൻഡ്രഫ് ഉണ്ടോ, പിന്നെ ഗ്രോത്ത് എങ്ങനെയാണ്, ഇതെല്ലാം ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് അവർ നമ്മളെടുത്ത് അതിനകത്ത് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അതിനെല്ലാം നമ്മൾ റിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമ്മളുടെ ഹെയറിന് എന്താണോ വേണ്ടത് അത് കസ്റ്റമൈസ് ചെയ്തിട്ട് വരുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ശരിക്കും വേദിക്സ് എന്ന് പറഞ്ഞാൽ. ഇതിനകത്ത് നമ്മൾ വാങ്ങിക്കുന്ന പ്രോഡക്റ്റ്, അതായത് നമ്മുടെ ഹെയറിന് എന്തൊക്കെയാ പ്രോബ്ലം അതനുസരിച്ചിട്ടായിരിക്കും നമുക്കൊരു പാക്കേജ് ആയിട്ട് വരുന്നത്. അപ്പൊ എന്റെ അമ്മയുടെ ഹെയറിന് എന്തൊക്കെയായിരുന്നു പ്രോബ്ലം, ആ പ്രോബ്ലത്തിനനുസരിച്ചുള്ള പ്രോഡക്ട്സ് ആണ് വേദിക്സിൽ നിന്ന് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ എൻ്റെ അമ്മയുടെ ഹെയർ ടൈപ്പ് അനുസരിച്ചും അമ്മയുടെ ഹെയറിന്റെ പ്രോബ്ലംസ് അനുസരിച്ചും കിട്ടിയ കസ്റ്റമൈസ് ചെയ്ത് കിട്ടിയ വേദിക്സിന്റെ പ്രോഡക്റ്റ് എന്താണെന്നൊക്കെ നമുക്ക് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ വേദിക്സിന്റെ ഷാമ്പു. ഓക്കെ, ആ ഷാമ്പുവിനോടൊപ്പം തന്നെ കണ്ടീഷണറും നമുക്ക് കിട്ടുന്നതാണ്. പിന്നെ അടുത്തത് ഹെയർ ഓയിൽ. ഇത് നോർമലായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്, എങ്ങനെ യൂസ് ചെയ്യാമെന്ന് പറഞ്ഞുതരാം. അത് ഹെയർ ഓയില്. അതുകൂടാതെ അടുത്തത് ഹെയർ ഗ്രോത്ത് ഓയിലാണ്. ഇത് കുഞ്ഞിതാണ്, ഹെയർ ഗ്രോത്ത് ഓയിൽ കുഞ്ഞിതാണ്, ഇതിന്റെ കൂടെ കിട്ടിയതാണ് കേട്ടോ. ദെൻ ഹെയർ സിറം ഇത്. ആൻഡ് ലാസ്റ്റ് വൺ ഈസ് ഹെയർ പാക്ക്. മറ്റൊരു കാര്യം നിങ്ങളോട് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെയർ പാക്ക് പോലെ തന്നെ നമ്മുടെ ഫേസ് പാക്കും ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ ഫേസ് പാക്കിന്റെ പ്രത്യേകത പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഫേസിലുള്ള നമ്മുടെ സ്കിന്നിന്റെ ടോൺ എങ്ങനെയാണ്, റിങ്കിൾസ് ഉണ്ടോ, നമ്മുടെ കണ്ണിന് ചുറ്റും എങ്ങനെയാണ്, ഡാർക്കനാണോ, അങ്ങനെയൊക്കെ ഓരോ ക്വസ്റ്റ്യൻസ് നമ്മളോട് ചോദിച്ചിട്ട് അതിന് അഡാപ്റ്റഡ് ആയിട്ടുള്ള പ്രോഡക്റ്റ് ആയിരിക്കും ഫേസ് പാക്കിനകത്ത് വരുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ ഹെയർ പാക്ക് വരുമ്പോൾ അതിന്റെ കൂടെ നമുക്കൊരു ഇൻസ്ട്രക്ഷൻ കാർഡ് ഉണ്ടായിരിക്കും കേട്ടോ. ഇതാണ് ഇൻസ്ട്രക്ഷൻ കാർഡ്. ആ ഇൻസ്ട്രക്ഷൻ കാർഡിനകത്ത് മറ്റ് പ്രോഡക്റ്റിലൊന്നും കാണാത്തൊരു പ്രത്യേകത ഞാൻ ഈ ഇൻസ്ട്രക്ഷൻ കാർഡിൽ കണ്ടിട്ടുണ്ട്. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്തൊരു ടൈം ടേബിൾ അവർ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്, അതായത് മൺഡേ ടു സൺഡേ വരെ അവരൊരു ടൈം ടേബിൾ പ്രിപ്പയർ ചെയ്തിട്ട് ഏതൊക്കെ നൈറ്റ് ആണോ, ഡേ ആൻഡ് നൈറ്റ് എന്ന് കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് നൈറ്റ് യൂസ് ചെയ്യേണ്ട പ്രോഡക്റ്റ്, ഡേ യൂസ് ചെയ്യേണ്ടത്, അവർ തന്നെ ഷെഡ്യൂൾ പ്രിപ്പയർ ചെയ്ത് നമുക്കൊരു ഈ കാർഡിനകത്ത് അറ്റാച്ച് ചെയ്ത് തന്നിട്ടുണ്ട്. ഓക്കെ, അതും കൂടാതെ ഇതിനകത്ത് നമ്മൾ ഓരോ പ്രോഡക്ട്സ് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു ലേബിളും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വേദിക്സിന്റെ ഹെയർ പാക്കില് ഓരോ പ്രോഡക്ട്സും എങ്ങനെയാണ് നമുക്ക് യൂസ് ചെയ്യാമെന്ന് ഞാനിപ്പോൾ പറഞ്ഞു തരാം. അതിന് ഫസ്റ്റ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് വേദിക്സിന്റെ ഷാമ്പുവും കണ്ടീഷണറും ആണ് എങ്ങനെ യൂസ് ചെയ്യാന്നുള്ളത്. അപ്പം ഇതിനകത്ത് അമ്മയ്ക്ക് തന്നിട്ടുള്ള ഡാൻഡ്രഫ് പ്രിവെൻഷനുള്ള ഷാമ്പു ആണ് കേട്ടോ. അപ്പൊ ഈ ഷാമ്പു എങ്ങനെ യൂസ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ നമ്മൾ യൂഷ്വലി വെറ്റ് ഹെയറിൽ നമ്മൾ സഫീഷ്യന്റ് എമൗണ്ട് ഓഫ് ഇത് ഷാമ്പു എടുക്കുക. ദെൻ അത് നന്നായിട്ട് ലാദർ ചെയ്തിട്ട് സ്കാൽപ് ടു ഹെയറിന്റെ എൻഡ് വരെ നന്നായി ലാദർ ചെയ്ത് മസാജ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് ദെൻ ആഫ്റ്റർ ഷാമ്പു ചെയ്തതിന് ശേഷമാണ് നമ്മൾ കണ്ടീഷണർ യൂസ് ചെയ്യുക. കണ്ടീഷണർ യൂസ് ചെയ്യുമ്പോഴേക്കും ഇതിനകത്ത് കുറച്ച് സഫീഷ്യന്റ് എമൗണ്ട് കണ്ടീഷണർ എടുത്തിട്ട് ഇത് ഒരിക്കലും സ്കാൽപ്പിൽ യൂസ് ചെയ്യാൻ പാടില്ല. എല്ലാ കണ്ടീഷണറും മെയിൻലി നമ്മൾ ഹെയറിലാണ് യൂസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഹെയറിൽ യൂസ് ചെയ്യുക. സഫീഷ്യന്റ് എമൗണ്ട് നമ്മൾ കണ്ടീഷണർ എടുത്തിട്ട് 2 to 3 minutes നമ്മൾ എന്ത് ചെയ്യുക, ഹോൾഡ് ചെയ്യുക ഹെയറിൽ. ആഫ്റ്റർ ദാറ്റ് അതെന്ത് ചെയ്യുക, വാട്ടർ വെച്ച് നമ്മൾ കഴുകി കളയുക. ഇതാണ് നമ്മുടെ ഷാമ്പുവിന്റെയും കണ്ടീഷണറിന്റെയും ഡയറക്ഷൻ യൂസ് എന്ന് പറയുന്നത്, എങ്ങനെ യൂസ് ചെയ്യാം. അടുത്ത ഞാൻ പറയാൻ പോകുന്നത് വേദിക്സിന്റെ ഹെയർ ഓയിൽ എങ്ങനെ യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ആദ്യം ഇത് ഒരു 5 to 15 ml നമ്മുടെ എടുക്കുക. അത് നമുക്ക് എടുക്കാൻ അളവ് ബുദ്ധിമുട്ടുള്ളവർക്ക് കയ്യിലെടുത്താൽ മതി, നോർമലി നമ്മൾ എടുക്കുന്ന പോലെ എടുക്കുക. എന്നിട്ട് സ്കാൽപ്പിൽ നന്നായിട്ട് മസാജ് ചെയ്യുക. 10 to 15 minutes ആണ് നമ്മൾ മസാജ് ചെയ്യേണ്ടത്. ഇത് എപ്പോൾ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ രാത്രി കിടക്കുന്നതിന് മുന്നേ നമ്മുടെ തലയിൽ നന്നായിട്ട് മസാജ് ചെയ്ത് പിടിപ്പിക്കുക 15 minutes. ദെൻ ആഫ്റ്റർ ദാറ്റ് നന്നായി കിടന്നുറങ്ങുക. ഓവർനൈറ്റ് ഫുള്ള് അങ്ങനെ തന്നെ കിടക്കുക.
മോർണിംഗ് എഴുന്നേറ്റതിന് ശേഷം നമ്മുടെ വേദിക്സിന്റെ തന്നെ ഷാമ്പൂവും കണ്ടീഷണറും ഉപയോഗിച്ച് ഇത് വാഷ് ഔട്ട് ചെയ്ത് കളയാം. അടുത്ത നെക്സ്റ്റ് എന്ന് പറയുന്നത് വേദിക്സിന്റെ ഹെയർ ഗ്രോത്ത് ഓയിലാണ്. ഇതെന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞ ഒരു ഡ്രോപ്പറാണ്. ഓക്കെ, ഇത് ഡ്രോപ്പറാണ്. അപ്പൊ നമ്മൾ ഇതില് എന്ന് പറയുന്നത് ഒരു 15 to 20 ഡ്രോപ്സ് നമ്മളിങ്ങനെ ഡ്രോപ്പറിൽ എടുക്കുക. ദെൻ അത് ഡയറക്ട്ലി നമ്മുടെ ഹെയറിലോട്ട് സ്കാൽപ്പിലോട്ട് എന്ത് ചെയ്യുക, ഡ്രോപ്പ് ചെയ്യുക. ദെൻ നമ്മുടെ ഫിംഗർ ടിപ്സ് ഉപയോഗിച്ചാണ് മസാജ് ചെയ്യേണ്ടത്. ഓക്കെ, കുറച്ച് നേരം നമ്മൾ ഫിംഗർ ടിപ്സ് വെച്ച് നന്നായി മസാജ് ചെയ്ത് തല മൊത്തം സ്പ്രെഡ് ചെയ്ത് സ്കാൽപ്പ് മൊത്തം സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, കോംബ് ചെയ്യുക, നന്നായി ഹെയർ കോംബ് ചെയ്യുക. ഇതങ്ങനെ പ്രത്യേകിച്ച് ഇന്ന സമയത്താണ് യൂസ് ചെയ്യേണ്ടതെന്നൊന്നും ഇൻസ്ട്രക്ഷനിൽ കൊടുത്തിട്ടില്ല. നമുക്ക് എപ്പോൾ വേണമെങ്കിലും കംഫർട്ടബിൾ ആയിട്ടിരിക്കുന്ന ഒരു പീരീഡിൽ നമുക്കിത് യൂസ് ചെയ്യാം. നെക്സ്റ്റ് എന്ന് പറയുന്നത് വേദിക്സിന്റെ ഹെയർ സിറം ആണ്. ഇതൊരു 5 ml നമ്മൾ എടുക്കുക. അത് ഡ്രോപ്പർ ആണ്, അപ്പോൾ ഒരു 10 ഡ്രോപ്സ് ഒക്കെ എടുത്താൽ മതിയാവും. ദെൻ അത് ഡയറക്റ്റ്ലി നമ്മൾ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യുക. ഒരു 5 to 10 മിനിറ്റ് അതൊന്ന് മസാജ് ചെയ്യുക. പിന്നെ ഇത് എപ്പോഴാണ് യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ രാത്രി നമ്മൾ കിടക്കുന്നതിന് മുന്നേ ഇത് യൂസ് ചെയ്തിട്ട് രാത്രി മുഴുവൻ ഇത് കീപ്പ് ചെയ്യണമെന്നാണ് ഇതിനകത്ത് ഇൻസ്ട്രക്ഷനിൽ പറയുന്നത്. നെക്സ്റ്റ് പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ വേദിക്സിന്റെ ഹെയർ പാക്ക് ആണ്. ഇത് നമ്മൾ എങ്ങനെ യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ വേദിക്സിന്റെ ഹെയർ ഓയിൽ ആദ്യം യൂസ് ചെയ്യുക. അതാണ് സ്റ്റെപ്പ് നമ്പർ 1. ആൻഡ് സ്റ്റെപ്പ് നമ്പർ 2 എന്ന് പറഞ്ഞാൽ ഇതിന് 2 കപ്പ് നമ്മൾ പൗഡർ എടുക്കുക. ദെൻ തൈരുമായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, മിക്സ് ചെയ്യുക. അത് നന്നായിട്ട് ഒരു പേസ്റ്റ് ഫോം ആക്കിയതിന് ശേഷം നമ്മൾ ഓരോ സെക്ഷനായിട്ട് ഹെയറിൽ തിരിച്ചിട്ട് അതിൽ സ്കാൽപ്പിലും ഹെയറിലും നമ്മൾ അപ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതൊരു 30 മിനിറ്റ്സ് നമ്മൾ അതേ കണക്ക് തന്നെ കീപ്പ് ചെയ്യുക ഹെയർ. അതിനുശേഷം നമ്മൾ വേദിക്സിന്റെ ഷാമ്പു ഉപയോഗിച്ച് എന്ത് ചെയ്യുക, കഴുകിക്കളയാം. ഇതാണ് ഹെയർ പാക്ക് യൂസ് ചെയ്യുന്ന ഡയറക്ഷൻ. അപ്പോൾ വേദിക്സിന്റെ ഹെയർ പാക്ക് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ലക്ഷ്മി എൻ്റെ അമ്മയുടെ ഹെയറിൽ തന്നെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും ഒരു എക്സാമ്പിൾ. മറ്റതൊക്കെ ഞാൻ ഈ പറയുന്ന ഡയറക്ഷനിൽ തന്നെ യൂസ് ചെയ്താൽ മതി. ബെറ്റർ റിസൾട്ടാണ്. ട്രസ്റ്റ് മീ ഗായ്സ്, നല്ല ബെസ്റ്റ് റിസൾട്ട് നമുക്ക് കിട്ടും. എൻ്റെ അമ്മയുടെ റിവ്യൂ നിങ്ങൾക്ക് അവസാനം ഈ വീഡിയോയുടെ അവസാനം അമ്മ തന്നെ ഡയറക്റ്റ് വന്ന് പറയുന്നതായിരിക്കും എന്തായിരുന്നു സിറ്റുവേഷൻ, ഇപ്പം എങ്ങനെയാണെന്നുള്ളത് പറഞ്ഞു തരും. ഓക്കെ, അപ്പം ഇനി നമുക്ക് എങ്ങനെയാണ് ഈ ഹെയർ പാക്ക് ഹെയറിൽ അപ്ലൈ ചെയ്യുന്നുള്ള ഒരു സ്റ്റെപ്പ് വൈസ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും. ഓക്കെ, വേദിക് കസ്റ്റമർ എന്നുള്ള രീതിയിൽ എന്റെ സബ്സ്ക്രൈബേഴ്സിനോട് അമ്മയ്ക്ക് ഈ വേദിക്സിന്റെ റിവ്യൂ എന്താണ് പറയാനുള്ളത്? ഞാനൊരു സാധാരണ ആളാണേ. അപ്പം എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഹെയർ ഫാൾ ഉണ്ടായിരുന്നു, ഡാൻഡ്രഫ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇച്ചിരിയും പ്രോഡക്ട്സുകളൊക്കെ പരീക്ഷയിലൊക്കെ നോക്കി എൻ്റെതായ രീതിയിൽ നോക്കിയിട്ട് ഇതായി. അപ്പോഴാണ് വേദിക്സിനെ കുറിച്ച് അറിഞ്ഞത്. അത് നിന്റെ ബ്യൂട്ടീഷ്യൻ മറ്റേ പാർവതി പറഞ്ഞാണ് ഞാൻ ഇങ്ങനെ അത് നോക്കിയപ്പോഴത്തേക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അതിൽ ബെറ്റർ റിസൾട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. കാരണം വെച്ച് കഴിഞ്ഞാൽ
ഹെയർ ഫാൾ കുറഞ്ഞു, ഡാൻഡ്രഫ് കുറഞ്ഞു. എന്താണ് കുറച്ച് മെന്റലി സാറ്റിസ്ഫൈഡ് ആയി. കാരണം പോയി മുടി അത്രയും പോയായിരുന്നു. അപ്പം അതൊന്ന് സ്റ്റോപ്പായി. പിന്നെ എന്തായാലും നല്ല രീതിയിൽ ഈ പ്രോഡക്റ്റ് യൂസ് ചെയ്യണം. അതായത് വേദിക്സിന് അവർക്ക് കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. അത് യൂസ് ചെയ്ത് ചെയ്യുന്നവർക്ക് നല്ല രീതിയിലുള്ള ബെറ്റർ റിസൾട്ട് വരുമെന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. പിന്നെ എൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ കുറച്ച് ഉഴപ്പാണ്, അതിൻ്റെതായ. പക്ഷെ എന്നിരുന്നാലും എനിക്ക് പറയാനുള്ളത് വെച്ചാൽ അതിൻ്റെ റൂൾസ് അവർക്കൊരു അത് നമ്മൾ പേരൻസിൽ കയറുമ്പോൾ അറിയാം. അവർ കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പറയും, അത് യൂസ് ചെയ്ത് ഫോളോ ചെയ്താൽ. അപ്പോൾ ആസ് എ വേദിസ് കസ്റ്റമർ എന്നുള്ള രീതിയിൽ അമ്മ സാറ്റിസ്ഫൈഡ് ആണ്? പെർഫെക്റ്റ്ലി സാറ്റിസ്ഫൈഡ് ആണ്. ഈ ഹെയർ കണ്ട് നിങ്ങൾ ഇവാലുവേറ്റ് ചെയ്യണ്ട, കാരണം 1 year ആയിട്ട് യൂസ് ചെയ്യാണ്. ആദ്യം യൂസ് ചെയ്തപ്പോഴേക്കും ഈ പറഞ്ഞ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടായിരുന്നു, പക്ഷെ അത് നന്നായിട്ട് കൺട്രോൾ ആയി അല്ലേ, നല്ല രീതിയിൽ ക്യൂർ ആയിരുന്നു. അപ്പൊ ആളെന്ത് ചെയ്തു, അങ്ങ് നിർത്തി, കംപ്ലീറ്റ് നിർത്തിയിട്ട് വേറെ പ്രോഡക്ട്സ് ഒക്കെ യൂസ് ചെയ്യാൻ തുടങ്ങി. അപ്പൊ വീണ്ടും അഗെയിൻ ബാക്ക് ടു ഈ പ്രോബ്ലംസിലേക്ക് വന്നു. അപ്പൊ ഇപ്പൊ വീണ്ടും എന്ത് ചെയ്തു, വാക്സിനെ ഡിപ്പെൻഡ് ചെയ്യാൻ തുടങ്ങി. അപ്പൊ ഇപ്പം ഹെയർ ഒക്കെ വീണ്ടും നന്നായിട്ട് പുതിയത് ഹെയർ ഒക്കെ ഗ്രോ ചെയ്യുന്നില്ലായിരുന്നു. പുതിയ ഹെയർ ഒക്കെ ഗ്രോ ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഇങ്ങനെയായി വരുന്നുണ്ട്. കുറച്ച് സ്റ്റൈലായിട്ടൊക്കെ കട്ട് ചെയ്യാനൊക്കെ പറ്റുന്നുണ്ട് ഇപ്പോ. അപ്പോ ഇതാണ് എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ലക്ഷ്മി. നിങ്ങൾ നേരത്തെ ഉള്ള വ്ളോഗിൽ കണ്ടു കാണും. അപ്പൊ ഈ വ്ളോഗിൽ എന്റെ അസിസ്റ്റന്റ് ആണ്, വ്ളോഗ് അസിസ്റ്റന്റ് ആണ്. അപ്പോ നമ്മുടെ ഈ ഒരു കുട്ടി വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പൊ ഇഷ്ടപ്പെട്ടവർ എന്ത് ചെയ്യും, ഷെയർ, ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. അപ്പൊ അതും കൂടാതെ ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക. അപ്പൊ എന്റെ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന നോട്ടിഫിക്കേഷൻസ് ഒക്കെ എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പൊ ഇതോടുകൂടി എന്റെ ഈ വ്ളോഗ് തീരുന്നു. അടുത്തൊരു വ്ളോഗുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. Until then, signing off, Mitra Rahul. Bye bye.